February 14 നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കാനായിട്ട് ഒത്തിരി ഗിഫ്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ കൈകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് കുറച്ചും കൂടിയും വാല്യുബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഗിഫ്റ്റ്, മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു ഐഡിയയാണ് യൂട്ടൻ ക്രാഫ്റ്റ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. യൂട്ടൻ ക്രാഫ്റ്റ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഐഡിയയാണിത്. ഇത് നമ്മൾ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ഹാർട്ട് ഷേപ്പിലാണ് നമ്മൾ ഈ സ്ട്രോസിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലോക്കാണ് നമ്മളിതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഗിഫ്റ്റ് ഐഡിയ ആയിട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിലേക്കൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഭംഗിയുള്ള ഗിഫ്റ്റാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എങ്ങനെയാണ് തയ്യാറായിട്ട് എടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗ്ലൂ ഗൺ, പിന്നെ നമുക്ക് ആവശ്യത്തിന് സ്ട്രോ, പിന്നെ വരുന്നത് സ്പ്രേ പെയിൻറ്റ്. നമ്മളിവിടെ റെഡും ഗോൾഡൻ കളറുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു ഹാർട്ടാണ് നമ്മൾ സമ്മാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്ലോക്കാണ്. ഈ ക്ലോക്ക് റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ആ ക്ലോക്കിനെ നമുക്ക് അതിൻ്റെ അടിയിൽ സ്ട്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ 2 കാർഡ്ബോർഡ് പീസുകൾ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെൻറ്ററിൽ ഒരു സർക്കുലർ ഷേപ്പിൽ വെട്ടിയെടുത്തേക്കാണ് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ. അപ്പോൾ അതിൻ്റെ ആ സർക്കിൾ ഷേപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ആ ക്ലോക്കിൻ്റെ ബാക്കിലുള്ള ആ സർക്കിൾ കടത്തി വയ്ക്കാൻ പാകത്തിനുള്ള അളവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്തതിൽ 2 സൈസിലുള്ള കാർഡ്ബോർഡ് പീസസ് ആയിരുന്നു. ഒരെണ്ണം വലുതും ചെറുതും. ഇതിൽ ചെറിയ കാർഡ്ബോർഡ് പീസാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്ട്രോ ഒട്ടിച്ച് കൊടുത്തിട്ടാണ് നമ്മളതിൽ ഹാർട്ട് ഷേപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മളെടുത്തിരിക്കുന്ന ക്ലോക്ക് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഔട്ടർ സൈഡ് അതിൻ്റെ ടോട്ടൽ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ സൈസ് വന്നിരിക്കുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ഉള്ളിലെ ചെറിയ സർക്കിളിൻ്റെ നമ്മൾ വെട്ടി മാറ്റിയിട്ടുള്ള സർക്കിളിൻ്റെ ഡയമീറ്റർ വന്നിരിക്കുന്നത് 11 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഈ സ്ട്രോസ് ഇതുമ ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മളത് ഹാർട്ട് ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇപ്പം നമ്മൾ ഈ കാർഡ്ബോർഡ് പീസുമേ ഒരു ലെയർ നമ്മൾ സ്ട്രോ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് നമുക്ക് ഓരോ സ്ട്രോ കൂടി ഒട്ടിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഗ്യാപ്പ് വന്നിടത്തൊക്കെ നമ്മൾ ഓരോ സ്ട്രോ കൂടി വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് ഒരേപോലെ ആവില്ല കിട്ടുക. അപ്പോൾ നമുക്കത് കുഴപ്പമില്ല. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമൊരു ഹാർട്ട് ഷേപ്പിലാണ് നമ്മൾ ഈ സ്ട്രോയിനെ ഇനി വെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ന്യൂസ് പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഹാർട്ട് ഷേപ്പ് നമ്മൾ ന്യൂസ് പേപ്പറിൽ വെട്ടിയെടുത്തത് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഹാർട്ട് ഷേപ്പിൻ്റെ സെൻറ്ററും നമ്മുടെ ആ സർക്കിളിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അത് ആ കറക്റ്റ് ഷേപ്പിലല്ലേക്കണേ വന്നേക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോക്ക് ഒന്ന് മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ CD മാർക്കർ ഉപയോഗിച്ച് ഈ സ്ട്രോയുടെ മുകളിൽ ഈ പേപ്പറിലെ ഹാർട്ട് ഷേപ്പ് നമ്മൾ പതുക്കെ വരച്ചെടുക്കുകയാണ്. നമ്മൾ ഹാർട്ട് ഷേപ്പ് മാർക്ക് ചെയ്തത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ആ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആ ചെറിയ കട്ട് ചെയ്ത പീസുകൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ നല്ല തിക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുത്തേക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച കാർഡ്ബോർഡിൻ്റെ ഒരു വലിയ റൗണ്ട് ഉണ്ട്. അത് ഏകദേശം അതിൻ്റെ ഡയമീറ്റർ, ഔട്ടർ റൗണ്ട് വരുന്ന ഡയമീറ്റർ 30 സെൻറ്റിമീറ്ററാണ്. ഉള്ളിൽ നേരത്തെ നമ്മൾ ചെയ്തെടുത്തതിൻ്റെ സെയിം അതേ റൗണ്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച് കൊടുത്ത പോലെ തന്നെ ഈ സ്ട്രോസ് നമ്മൾ ഒട്ടിച്ച് തന്നെ കൊടുക്കാൻ പോവാണ്. അത് ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ സ്ട്രോ ഒട്ടിച്ച് കൊടുക്കുന്നത്. നമ്മൾ ആ വലിയ സർക്കിൾ പോർഷൻ നമ്മൾ ഇപ്പം സ്ട്രോ വെച്ചിട്ട് മുന്നേ ഇത് ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ആ കട്ട് പീസ് എടുത്ത് ഒട്ടിച്ച പോലെ തന്നെ ഇതും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്നത്. ഇനി നമ്മളിതാ ഇതിൻ്റെ ഈ ഹാർട്ട് ഷേപ്പ് ചെയ്തെടുത്തതിൻ്റെ ഈ കുറച്ചും കൂടി തിക്കായിട്ട് നമ്മൾ സ്ട്രോകളുടെ പീസസ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഇതേപോലെ വരും. ഇത് നമ്മൾ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇനി അത് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സ്പ്രേ പെയിൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുത്താലാണ് ഇത് കറക്റ്റ് ഇതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി തിക്കായിട്ടൊന്ന് ഒട്ടിക്കാം. നമ്മളിപ്പോൾ ഈ ഹാർട്ട് ഷേപ്പിന് ഒരു ലെയറും കൂടി സ്ട്രോ വെച്ച് തിക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വർക്കൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഭിത്തിയുടെ കൊടുത്തിരിക്കുന്ന കളർ അനുസരിച്ച് നമുക്ക് ഇതിന് സ്പ്രേ പെയിൻറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൽ ഈ വൈറ്റ് തന്നെയായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വാളിൽ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ ചെയ്യാം. ഗിഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ഒരു ആശയവുമായി നമുക്ക് വീണ്ടും കാണാം.